ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. എല്ലാവരും വിഷുവൊക്കെ നല്ലപോലെ ആഘോഷിച്ചോ? എൻ്റെ വിഷു ഇതാ ഇങ്ങനെയാണ് തുടങ്ങിയത്. ഞാൻ രാവിലെ കണിയൊക്കെ ഒരുക്കി കുളിച്ചൊരുങ്ങി വിളക്ക് കത്തിക്കാൻ വന്നതാണേ. വിളക്കെല്ലാം കത്തിച്ച് നല്ലപോലെ പ്രാർത്ഥിക്കണം. പിന്നെ ഉണ്ണേട്ടൻ രാവിലെ വിളിച്ച ഏട്ടൻ വീഡിയോ കോൾ വഴി ഞാൻ ഒരുക്കിയ കണി കണ്ടു. അതെനിക്ക് ഭയങ്കര സർപ്രൈസായി. എനിക്ക് ഒരുപാട് സന്തോഷമായി. പ്രത്യേക ദിവസങ്ങളിൽ നമ്മൾ 5 തിരിയിട്ടല്ലേ വിളക്ക് കത്തിക്കുക. അങ്ങനെ കത്തിച്ചു, നല്ലപോലെ പ്രാർത്ഥിച്ചു, കണിയൊക്കെ ഒരുക്കി. എൻ്റെ ശങ്കരിക്കുഞ്ഞ് വന്ന് കണി കണ്ടു. അവളിതാ ഓരോരോ സാധനങ്ങൾ ഇൻസ്പെക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. അവിടുന്ന് കുഞ്ഞിനെ കൊണ്ടുപോയി കുളിപ്പിച്ച് കൊണ്ടുവന്നു. അവളെ പ്രാർത്ഥിക്കാനിരുത്തി. കുഞ്ഞിന് വലിയ ഇഷ്ടമാണ് കേട്ടോ വിളക്ക് കത്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ. അത് കഴിഞ്ഞ് പിന്നെ അവളെ കുറുക്ക് കൊടുക്കാൻ പുറത്തോട്ട് കൊണ്ടുപോയി. അപ്പുറത്തെ വീട്ടിലൊരു കുഞ്ഞു പട്ടിക്കുട്ടിയുണ്ടേ, പാപ്പു. അവളെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. പാപ്പുവിനെ കാണാനാണ് എല്ലാ ദിവസവും ഇതാ ഇങ്ങനെ ഒരു പോക്കുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ദാ അടുക്കളയിൽ വന്നു. രാവിലത്തെ പരിപാടികൾ തുടങ്ങാം. ആദ്യം തന്നെ എനിക്ക് ആവശ്യമുള്ള വെള്ളം അങ്ങ് നിറച്ച് വെച്ചേക്കാം. എന്ന് ഞാൻ 2 ലിറ്ററിൽ കുറയാതെ വെള്ളം കുടിക്കുന്നതാണ്. ഇന്നിപ്പോൾ ഈ ജോലികളുടെയൊക്കെ ഇടയ്ക്ക് മിക്കവാറും അത് ഞാൻ മറക്കും. അതുകൊണ്ട് ആദ്യമേ കുപ്പിയിലങ്ങ് വെള്ളം നിറച്ച് മാറ്റി വെച്ചാൽ അത് കാണുമ്പോൾ ഓർത്ത് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. കുഞ്ഞിന് പാല് കൊടുക്കുന്നുണ്ട്, വെള്ളം കുടിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ ചൂട് കാലാവസ്ഥയിൽ വെള്ളം ഇല്ലാതെ പറ്റത്തേ ഇല്ല. അങ്ങനെ ഞാൻ എന്താ അരി കഴുകാൻ തുടങ്ങി. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു അബദ്ധം പറ്റി. അരി ഞാൻ കഴുകാൻ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം കുഞ്ഞിന് പാല് കൊടുക്കാൻ പോയതാണ്. അരിയെല്ലാം കൂടെ കുതിർന്നു. പക്ഷേ അത് ഗുണമായി. നല്ലപോലെ അഴുക്കെല്ലാം ഇറങ്ങി. ഞാൻ ഒരുപാട് കഴുകേണ്ടി വന്നില്ല. 1-2 തവണ കഴുകിയപ്പോഴത്തേക്ക് നല്ലപോലെ വെള്ളമെല്ലാം ക്ലിയറായി. അരിയുടെ ആ തവിടെല്ലാം നല്ലപോലെ ഇറങ്ങി. അത് കഴിഞ്ഞ് ആ അരി അടുപ്പത്ത് കയറ്റി. ഞാൻ കുക്കറിൽ ആദ്യമേ വിസിലിടാറില്ല കേട്ടോ. കുറച്ചൊന്ന് ആ ഒരു പ്രഷർ വന്ന് തുടങ്ങിയതിന് ശേഷമേ ഞാൻ വിസിലിടാറുള്ളൂ. ഇനി പരിപ്പിനുള്ള പരിപ്പെടുക്കാം. ആ പാത്രത്തിനകത്ത് ഞാൻ എന്തോ ഒരു ജീവി ഇടയുന്ന പോലെ കണ്ടായിരുന്നേ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇൻസ്പെക്റ്റ് ചെയ്യുന്നതെല്ലാം കൃത്യമായിട്ട്. ഒന്നുമില്ലെന്ന് ബോധ്യപ്പെടുത്തിയതിന് ശേഷം പരിപ്പ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. പരിപ്പ് നല്ലപോലെ കഴുകി ഞാൻ കൊച്ചു കുക്കറിലോട്ട് വെച്ചു. എല്ലാം സൈമിൾട്ടേനിയസ്ലി ചെയ്താലേ ഇപ്പോൾ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഒന്നാമത് ഇന്ന് ജോലി കൂടുതലുണ്ട്. പിന്നെ കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് എനിക്കിതെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. അവൾ ഉണർന്നു കഴിഞ്ഞാൽ അവളെൻ്റെ ട്രോഫി പോലെ എൻ്റെ വെളിയിൽ തന്നെ ഉണ്ടാവും. ഇതാ ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി. പരിപ്പിനരയ്ക്കാനാണേ. മിക്സി അരയ്ക്കുന്നതിന് മുമ്പ് മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കുഞ്ഞ് ഉറങ്ങുവാണോ എന്ന് ഉറപ്പ് വരുത്തണം. മുറിയുടെ ഡോർ അടയ്ക്കണം. ഇല്ലെങ്കിൽ പറ്റുന്ന പ്രശ്നം കുഞ്ഞുണരും. കുഞ്ഞിന് മിക്സിയുടെ ശബ്ദം, കുക്കറിൻ്റെ വിസിലിൻ്റെ ശബ്ദമൊക്കെ വലിയ പേടിയാട്ടോ. വലിയ ശബ്ദങ്ങളൊന്നും പേടിയില്ല. ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞിന് പേടിയുള്ള ശബ്ദങ്ങൾ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലേ എനിക്ക് മിക്സി വർക്ക് ചെയ്യിപ്പിക്കാൻ ഇപ്പം നിർവാഹമുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ കൊച്ചു കുക്കറിൽ നിന്ന് വല്ലാതെ വെള്ളം ചീറ്റാൻ തുടങ്ങി. അത് പിന്നെ ആ സ്റ്റൗവിൻ്റെ ഗ്ലാസ്സിലൊക്കെ ആയിട്ട് അത് പിന്നെ എനിക്കൊരു പണിയായി. എന്തായാലും അത് വൃത്തിയാക്കിയിട്ട് അത് മാറ്റി വെച്ചു. ചോറപ്പോഴത്തേക്ക് റെഡിയായിരുന്നു. കുക്കർ വിസിലടിച്ചു. പിന്നെ അതങ്ങോട്ട് മാറ്റിയിട്ട് ഞാൻ ചീനച്ചട്ടി വെച്ചു. കിച്ചടിക്കുള്ള വെണ്ടയ്ക്ക വഴറ്റാനാണ് ചീനച്ചട്ടി വെച്ചത് കേട്ടോ. ഈ ചീനച്ചട്ടി അടിപൊളിയാണ്. ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടിയാണ്. നമ്മൾ നോൺ സ്റ്റിക്ക് പാൻ യൂസ് ചെയ്യുന്നതിനേക്കാളും സൂപ്പറാണ് ഇതിൻ്റെ. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയത് മുറിയിലോട്ടാകട്ടോ. അടച്ചിട്ട കഥ തുറന്നിട്ടില്ലെങ്കിൽ അവിടെ കിടക്കുന്ന ഒരാൾ ഉണർന്നാൽ അറിയാൻ പറ്റത്തില്ല. പിന്നെ കുഞ്ഞിപ്പോൾ എഴഞ്ഞു തുടങ്ങിയതുകൊണ്ട് കുഞ്ഞ് അവിടെ കിടന്ന് കരയാതെ എഴഞ്ഞിങ്ങ് വെളിയിലോട്ട് വരികയും ചെയ്യും. കഥ അടച്ച് കിടന്നാൽ കുഞ്ഞ് കരയും. അങ്ങനെ ഞാൻ വന്നു. ചീനച്ചട്ടിയിൽ നല്ലപോലെ ആ സാധനം എല്ലാം, ഈ വെണ്ടയ്ക്കും പച്ചമുളകും ആയിട്ടേക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും വെളിച്ചെണ്ണ ഇത്രയും ഒഴിച്ച് നല്ലപോലെ വഴറ്റിയെടുക്കണം. നല്ലപോലെ വഴണ്ടി വന്നതിന് ശേഷം കുറച്ച് തൈര് മാത്രം ചേർത്താൽ മതി. ഈസി കിച്ചടി. എൻ്റെ അമ്മ പണ്ട് സ്ഥിരം ഉണ്ടാക്കുന്നതായിരുന്നു. എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ ആ സ്പൂൺ അങ്ങ് മാറ്റിയിട്ടേ ഈ തടിത്തവി എടുത്ത് കേട്ടോ. കാരണം സ്പൂൺ ഒരുപാട് ശബ്ദം ഉണ്ടാക്കുന്നു. ചിലപ്പോൾ ശങ്കരി ഈ ശബ്ദം കേട്ടാലും എഴുന്നേറ്റിങ്ങ് വരും. അതിൻ്റെ ഇടയ്ക്ക് ഒരു വാട്ടർ ബ്രേക്ക് ഉണ്ടായിരുന്നു. ഇതാ കണ്ടോ, ഒട്ടും അടുക്കി പിടിക്കാതെ നല്ല നോൺ സ്റ്റിക്കിൽ വരുന്ന പോലെ അത് ഇളകി വരുന്നത് കണ്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു. എൻ്റെ വീണ ചേച്ചി. ഇവിടെ എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം ഈ വീണ ചേച്ചിയും മിനി ആൻറ്റിയുമാണ്. അതിൽ വീണ ചേച്ചി ഇന്ന് രാവിലെ അമ്പലത്തിലൊക്കെ പോയി നമ്മുടെ വീടിനടുത്തുള്ള കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് വന്ന് എനിക്കിതാ സർപ്രൈസായിട്ട് നല്ല ഒന്നാന്തരം പാൽപ്പായസം കൊണ്ട് തന്നു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളിങ്ങനെ വീട്ടുകാരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും ഒക്കെ ഇങ്ങനെ മാറി നിൽക്കുമ്പം ദൈവം നമുക്കായിട്ട് കുറച്ച് ആൾക്കാർ ഇങ്ങനെ സ്പെഷ്യലായിട്ട് പറഞ്ഞു വിടുന്നത്. നമ്മളെ സ്നേഹിക്കാനും നമ്മളെ മനസ്സിലാക്കാനും നമ്മളെ സഹായിക്കാനും ഒക്കെ ദൈവം ഓരോരുത്തരെ അയക്കുന്നതേ. സോ ഗ്രേറ്റ്ഫുൾ. അത് കഴിഞ്ഞ് ഞാൻ എന്താ ആ അരി എല്ലാം കൂടെ എടുത്താൽ കലത്തിലോട്ട്
കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് വന്നപ്പോൾ ധൈര്യം അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ട്രോഫി സ്വാഭാവികമായിട്ടും ഫോർ ഒബ്വിയസ് റീസൺസ് എൻ്റെ തോളത്ത് തന്നെ കയറിയിട്ടുണ്ട്. ഞാൻ എന്താ പരിപ്പ് നല്ലപോലെ വെന്ത് വന്നു, അരപ്പ് ചേർത്തു, എണ്ണ ഒഴിച്ചു, കറിവേപ്പില ഇട്ടു, ഇളക്കിയെടുക്കുകയാണേ. പരിപ്പ് നല്ലപോലെ വെന്തിട്ട് തിളച്ച് വരുന്നുണ്ട്. പരിപ്പും പപ്പടവും എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാൻ എന്താ ചോറ് പൊരിക്കാൻ വയ്ക്കുക. ഇത് എൻ്റെ അമ്മയുടെ സ്കൂൾ ഓഫ് കുക്കിങ്ങിൽ ഇതില്ല. ഇതെൻ്റെ അമ്മയുടെ സ്റ്റൈലാണേ ചോറ് പൊരിക്കുന്നത്. ഇത് ഭയങ്കര നല്ല ഒരു പരിപാടിയാണ്. കാരണം അതിൽ നമ്മൾ വാർത്ത് കഴിഞ്ഞാലും അടിയിൽ എന്തെങ്കിലും വെള്ളമൊക്കെ കെട്ടി കിടക്കുന്നെങ്കിൽ അതിങ്ങനെ അങ്ങ് വറ്റിക്കോളും. അത് കഴിഞ്ഞതാ പപ്പടം കാച്ചി കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ടൊരു പപ്പടം 3ആയിട്ടൊക്കെ മുറിച്ചു. ഇതാ സദ്യ റെഡി. അത് കഴിഞ്ഞ് എൻ്റെ ഫേവറേറ്റ് പാർട്ട് ഓഫ് ദി ഡേ, ഞാൻ ഏറ്റവും വെയിറ്റ് ചെയ്തിരുന്ന മൊമെൻ്റ് ഇതാ. എൻ്റെ കുഞ്ഞിനെ കൊച്ചുകൃഷ്ണനായിട്ട് ഒരുക്കണമെന്ന് അവൾ സഹകരിക്കണേന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നേ. അവൾ കരഞ്ഞ് ബഹളം ഉണ്ടാക്കല്ലേ എന്ന്. എൻ്റെ ശങ്കരിക്കുഞ്ഞ് സദ്യ ഉണ്ടെന്ന് കണ്ടോ? ഈ ഒരു മൊമെൻറ്റിനായിട്ട് ഞാൻ എത്ര നാളായിട്ട് ആഗ്രഹിച്ചിരുന്നതാ. ഏതാ കുട്ടൻ കുഞ്ഞ്? വലിയ കൃഷ്ണൻ കഴിച്ചായിരുന്നോ? ആദ്യത്തെ ഉരുളെടുത്തിട്ട് അവൾ തിരിഞ്ഞ് ഭഗവാനെ നോക്കി ചോദിക്കുന്നത് പോലെ കണ്ടോ? കഴിച്ചു? കഴിച്ചോ? മാമുണ്ടോ? അങ്ങനെ എൻ്റെ അമ്പൂറ്റി കുഞ്ഞിൻ്റെ വിഷു കഴിഞ്ഞു. ഒരുപാട് നന്ദിയുണ്ട് ദൈവത്തോടും മിനി ആൻറ്റിയോടും വീണ ചേച്ചിയോടും. അവർ രണ്ടുപേരും ഇല്ലായിരുന്നെങ്കിൽ എനിക്കിതൊന്നും ഒരുക്കി എടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.